ഹായ് ഹലോ എല്ലാവർക്കും പിന്നെ ഒരു സൈറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വിചാരിച്ചെങ്കിൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന്. അപ്പോൾ ഇന്ന് എൻ്റെ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസമായിരുന്നു. അപ്പോൾ എൻ്റെ ഹെയർ എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഹെയർ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടുള്ളവർക്കറിയാം ഹെയർ നമ്മൾ എന്നും വാഷ് ചെയ്തുകൂടാ. ആഴ്ചയിൽ 2-3 ദിവസം മാത്രമേ ഹെയർ വാഷ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഞാനും ആ ഒരു രീതി ഫോളോ ചെയ്തു പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഹെയർ വാഷ് ചെയ്യുന്നത് ഒരു ചടങ്ങാണ്. എന്നുവെച്ചാൽ കുറേ സമയം എടുക്കും ഹെയർ വാഷ് ചെയ്ത്, പിന്നെ ഹെയർ മാസ്ക് ഇട്ട് ഇതിട്ട് കുറേ ടൈം എടുക്കും. പിന്നെ ഹെയർ കുറച്ച് ഡ്രൈ ചെയ്യണം. അതുകൊണ്ട് ആ ദിവസം ഞാൻ ഇന്ന് ലേറ്റായിട്ടാണ് എൻ്റെ ഡ്യൂട്ടിക്ക് കയറാറ്. ഇന്നും അതുപോലെ തന്നെ കുറച്ച് ലേറ്റായിട്ടുണ്ട്. അത് കാരണം ഹെയർ ഞാൻ ഒരുപാട് ഡ്രൈ ആക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ആ ഒരു നനവൊന്ന് മാത്രം മാറ്റുന്നേ ഉള്ളൂ. ഫുൾ ഡ്രൈ ആയിട്ടില്ല എൻ്റെ ഹെയർ. കുറേ നേരം എടുക്കും. അപ്പോൾ എനിക്ക് അത്രയും സമയമില്ല. ഓൾറെഡി ഞാൻ ഇന്ന് ലേറ്റാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഹെയർ ഒന്ന് ഡ്രൈ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ യൂണിഫോം. അപ്പോൾ നമുക്ക് യൂണിഫോമൊക്കെ ഇട്ടിട്ട് വരാം. അപ്പോൾ യൂണിഫോം ഇട്ടു. അപ്പോൾ എൻ്റെ യൂണിഫോം കുഴപ്പമില്ല, അത്യാവശ്യം വൈറ്റ് യൂണിഫോമാണ്. ഞാൻ യൂണിഫോം ഇട്ട് അധികം വീഡിയോ ചെയ്യാറില്ല. വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ യൂണിഫോം മാറ്റിയിട്ട് ടീഷർട്ട് എടുത്തിട്ടാണ് വീഡിയോ ഒക്കെ ചെയ്യാറ്. അപ്പോൾ ഹെയർ ഡ്രൈ ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് സേറം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹെയർ നമ്മൾ ഈ ഡ്രയറൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഹെയർ കുറച്ച് ആ ഡ്രൈനെസ്സൊക്കെ ഒന്ന് മാറാനായിട്ട് ഞാനൊരു ഹെയർ സേറം യൂസ് ചെയ്യുന്നുണ്ട്. ഹെയർ സേറം യൂസ് ചെയ്ത് കുറച്ച് നേരം നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഹെയറിലൊക്കെ ഒന്ന് നല്ല രീതിയിൽ. അപ്പോൾ ഞാൻ മസാജ് ചെയ്തിട്ട് ഇനി ഹെയർ കെട്ടിയേക്കാം. നോർമലി ഞാൻ ഹെയർ കെട്ടുന്നതെന്ന് വെച്ചാൽ ഒരു ബൺ സ്റ്റൈലിലാണ്. അപ്പോൾ ഇന്ന് ഹെയർ കുറച്ച് നനഞ്ഞൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഓപ്പണാക്കി ഇടുവാണ്. അപ്പം അടിയിലെ ലെയറൊന്നും ഹെയർ നല്ലതുപോലെ ഡ്രൈ ആയിട്ടില്ല. അപ്പം ഒരുപാട് നനവൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് ടൈമേ ഞാൻ പറഞ്ഞല്ലോ ഡ്രയർ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഹെയർ ക്ലിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഹെയർ ഒന്ന് നല്ലപോലെ ഡ്രൈ ആകും. അപ്പോൾ ഞാൻ ഹെയർ ബൺ പോലെ കെട്ടി വയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയറിൻ്റെ ലുക്ക്. പിന്നെ കുറച്ച് മോയ്സ്ചറൈസറും കുറച്ച് ലിപ് ബാമും കുറച്ച് ഒരു ലൈറ്റ് ഷെയ്ഡ് ഒരു ലിപ് ലൈനറും കൂടി ചെയ്തിട്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് പോകും. അപ്പോൾ ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെയും ടാറ്റാ ബൈ ബൈ.